പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 66 സങ്കീർത്തനം 20 വാക്യം. എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ദൈവം ആരെന്ന് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നു. ഒന്ന്, നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. രണ്ട്, നമ്മുടെ ദൈവം ദയ എടുത്തു കളയാത്ത ദൈവം. പ്രാർത്ഥന കേൾക്കുന്നവൻ, ദയ മാറാത്ത ദൈവം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകതയാണ് അവൻ പ്രാർത്ഥന തള്ളിക്കളയാത്ത ദൈവമാണ്. എന്താ ദൈവം അങ്ങനെ ചെയ്യുന്നതിൻ്റെ കാര്യം? ഒന്ന്, അവൻ നമ്മുടെ പിതാവാണ്, അവൻ നമ്മുടെ അപ്പനാണ്. നമ്മുടെ പിതാവ് നമ്മുടെ പ്രാർത്ഥനയെ തള്ളിക്കളയുന്ന ദൈവമല്ല. അതുകൊണ്ടാണ് യേശു കർത്താവ് തൻ്റെ മലയിലെ പ്രസംഗത്തിൽ ഇപ്രകാരം പഠിപ്പിച്ചത്: ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ലത് കൊടുക്കുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം നൽകും. ദോഷികളായ നിങ്ങൾ ഈ ലോകത്തിൽ നിങ്ങളുടെ മക്കളെ കരുതുന്നുവെങ്കിൽ സ്വർഗത്തിലെ അപ്പൻ എത്ര നല്ലവനാ, എത്ര വിശ്വസ്തനാ. പലപ്പോഴും ലോക ജീവിതത്തിൽ നാം തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ലോകത്തിലെ ഒരപ്പനോ ഒരമ്മയോ തൻ്റെ തലമുറകളെ എങ്ങനെ കരുതുന്നു എന്ന് നമുക്ക് നന്നായി അറിയാം. നാം അത് കാണുമ്പോൾ ഹല്ലേലൂയ, സ്വർഗസ്ഥനായ നമ്മുടെ ദൈവത്തെക്കുറിച്ച് നാം ചിന്തിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ മക്കൾ ആരെങ്കിലും അപ്പം ചോദിച്ചാൽ അവർക്ക് ഒരു അപ്പനും ഹല്ലേലൂയ അപ്പത്തിൻ്റെ സ്ഥാനത്ത് കല്ല് കൊടുക്കത്തില്ല. മക്കൾ ഹല്ലേലൂയ മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കത്തില്ല. ഹല്ലേലൂയ മീൻ ചോദിച്ചാൽ അവർക്ക് പാമ്പിനെ കൊടുക്കത്തില്ല. മക്കൾ ചോദിക്കുന്നതിലും ഹല്ലേലൂയ ആവശ്യപ്പെടുന്നതിലും ഏറ്റവും നല്ലതത്രേ ഏതൊരപ്പനും അമ്മയും മക്കൾക്ക് വേണ്ടി കൊടുക്കുന്നത്. മക്കൾക്ക് വേണ്ടി അവർ കരുതി വെക്കും. മക്കൾക്ക് വേണ്ടി നല്ലത് ജീവിതത്തിൽ ഒരുക്കി വെക്കും. തങ്ങളുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിച്ചാലും മക്കൾ നന്നായി ജീവിക്കണമെന്ന ഹല്ലേലൂയ സാധാരണഗതിയിൽ ഒരപ്പനും അമ്മയും ചിന്തിക്കുന്നത്. ലോകത്തിൽ ഒത്തിരി അപ്പനും അമ്മയും കഷ്ടപ്പെട്ട് തങ്ങളുടെ മക്കളെ വളർത്തുമ്പോൾ അവർ ഉള്ളിൽ പറയുന്നത്, എൻ്റെ കുഞ്ഞ് ഹല്ലേലൂയ ഈ കഷ്ടപ്പാടിൽ കൂടെ പോകരുത്, എൻ്റെ കുഞ്ഞ് ഈ പ്രതിസന്ധിയിലൂടെ പോകരുത്, ഈ അബദ്ധത്തിൽ വീഴരുത്, അവർക്ക് ഏറ്റവും നല്ലത് വേണം, അവർക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് വേണം. അങ്ങനെ കർത്താവ് അതുകൊണ്ട് ആ ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ട് ഇതാ ചോദിക്കുന്നു: ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ലതിനെ കൊടുക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് ഹല്ലേലൂയ തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം നൽകും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രിയരെ, നിങ്ങളുടെ പ്രാർത്ഥന തള്ളിക്കളയുന്നവനല്ല നമ്മുടെ കർത്താവ്. ഈ ലോകത്തിലെ മക്കൾ ഹല്ലേലൂയ ചോദിക്കുമ്പോൾ അപ്പനും അമ്മയും നല്ലത് കൊടുക്കുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്രയധികം നല്ലത് കരുതും. ഹല്ലേലൂയ. അവൻ നമ്മുടെ പ്രാർത്ഥന തള്ളിക്കളയാത്ത ദൈവം. കാരണം അവൻ നമ്മുടെ പിതാവാണ്. രണ്ട്, ഹല്ലേലൂയ അവൻ എന്തുകൊണ്ടാണ് പ്രാർത്ഥന തള്ളിക്കളയാത്തത്? അവൻ്റെ സ്വഭാവം അതാ, അവൻ്റെ പേര് അതാ. 65 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു: പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡവും നിൻ്റെ അടുക്കിലേക്ക് വരുന്നു. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പേര് തന്നെ പ്രാർത്ഥന തള്ളിക്കളയുന്നവൻ അല്ല, പ്രാർത്ഥന കേൾക്കുന്നവൻ. ഹല്ലേലൂയ. ചോദിപ്പീൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും എന്ന് അരുളി ചെയ്ത ആ കർത്താവിൻ്റെ പേര് തന്നെ പ്രാർത്ഥന കേൾക്കുന്നവനെന്ന. അവൻ ഒരു നാളും തൻ്റെ മുഖം തിരിച്ചു കളയത്തില്ല. അവൻ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. കാരണം നോക്ക്, ജാതികളുടെ ദൈവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവയ്ക്ക് കണ്ണുണ്ടെങ്കിലും കാണത്തില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, വായുണ്ടെങ്കിലും അവ സംസാരിക്കുന്നില്ല. ഹല്ലേലൂയ. അവർ തൊണ്ട കൊണ്ട് ഹല്ലേലൂയ അവർ ഒരു കാര്യവും സംസാരിക്കത്തില്ല. എന്നാൽ നമ്മുടെ ദൈവം അങ്ങനല്ല. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാ. നമ്മുടെ ദൈവം ചലിക്കുന്ന ദൈവമാണ്. അവൻ്റെ പേര് പ്രാർത്ഥന കേൾക്കുന്നവനെന്ന. തൻ്റെ സ്വഭാവം ത്യജിച്ച് കളയാൻ അവന് പറ്റത്തില്ല. അവൻ്റെ പേര് പ്രാർത്ഥന കേൾക്കുന്നവനെന്ന് സങ്കീർത്തനക്കാരൻ പറയാൻ കാരണം, സങ്കീർത്തനക്കാരൻ എപ്പോഴൊക്കെ നിലവിളിച്ചിട്ടുണ്ടോ ആ നിലവിളിക്ക് വേണ്ടി അവൻ ചെവി ചായ്ച്ച് ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ യഹോവയ്ക്ക് വേണ്ടി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു.
നോക്ക്, സങ്കീർത്തനക്കാരൻ പറയുന്നത് എത്ര പ്രാഗൽഭ്യത്തോടാ. യഹോവയ്ക്ക് വേണ്ടി കാത്തിരുന്നപ്പോൾ ഒരു നാളും തള്ളിക്കളയാത്തവൻ, ഒരു നാളും ഉപേക്ഷിക്കാത്തവൻ, ഹല്ലേലൂയ, അവൻ ചാഞ്ഞു വന്ന് നമ്മുടെ നിലവിളി കേൾക്കുന്ന ദൈവമത്രേ. ഈ പ്രഭാതത്തിലും വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ, നമ്മുടെ അപ്പൻ്റെ പേര് പ്രാർത്ഥന കേൾക്കുന്നവനെന്ന സ്വഭാവം മാറാത്ത ദൈവമാ. ഹല്ലേലൂയ. ഒന്ന്, അവൻ നമ്മുടെ പിതാവാ. രണ്ട്, അവൻ്റെ സ്വഭാവം പ്രാർത്ഥന കേൾക്കുന്നവനെന്ന. മൂന്ന്, അവൻ ദൈവമാ. എന്താ അങ്ങനെ പറയാൻ കാരണം? നിങ്ങൾ ചോദിക്കുന്ന വിഷയങ്ങൾക്ക് ഉത്തരം അറിയണമെങ്കിൽ അത് കേൾക്കുന്നവന് അത് ചെയ്യാനുള്ള പ്രാപ്തി വേണം, കഴിവ് വേണം. ഈ ലോകത്തിൽ പലരും കേട്ടില്ല എന്ന് പറഞ്ഞ് നടിച്ച് മാറുന്നതിൻ്റെ കാരണം അവരെ കൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ചോദിക്കുന്ന വിഷയത്തിന് മറുപടി അവരുടെ പക്കൽ ഇല്ല. അതുകൊണ്ടാണ് അവരൊന്നും മിണ്ടാതെ ഹല്ലേലൂയ വിഗ്രഹത്തെ പോലെ ഇരിക്കുന്നത്. കാരണം അവരുടെ കപ്പാസിറ്റിക്ക് കഴിവുകൾക്കപ്പുറത്താണ്. പ്രിയരെ, നാം വിളിക്കുന്ന ദൈവം സർവശക്തനാ. അവൻ സകലത്തെ ഉണ്ടാക്കിയ ദൈവമാ. അവന് ഒരു കാര്യവും അസാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്ന ഏത് വിഷയമാണെങ്കിലും, നിങ്ങളുടെ പ്രാർത്ഥന ഏതാണെങ്കിലും അതിന് മറുപടി തരാൻ നമ്മുടെ കർത്താവിന് സാധ്യമാണ്. നമ്മുടെ കർത്താവിന് അതിന് കഴിവുണ്ട്. കേട്ടിട്ട് അനങ്ങാപ്പാറ ഹല്ലേലൂയ നയത്തിൽ നിൽക്കുന്ന ഒരു ദൈവമല്ല. ഏത് വിഷയത്തിനും അവൻ്റെ പക്കൽ മറുപടിയുണ്ട്. ഏത് ആവശ്യത്തിനും അവന് ഉത്തരമുണ്ട്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് ഇന്ന് പകൽക്കാലവും ജീവിക്കുന്ന ദൈവം, പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവം, അവൻ വിശ്വസ്തനായ ദൈവം, അവൻ പ്രാർത്ഥന തള്ളിക്കളയാത്ത ദൈവമാകയാൽ അവനെ നമുക്ക് സ്തുതിക്കാം. അവൻ നമ്മുടെ ഹല്ലേലൂയ ആവശ്യങ്ങൾക്ക് മറുപടി തരുന്ന ദൈവമാകയാൽ നമുക്ക് സ്തുതിക്കാം. ഈ ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ. ആമീൻ.